സംഗമം സംഗമം. ബാക്കി എന്താ? ത്രിവേണി സംഗമം അല്ലേ? ചുമ്മാ പാടിയതല്ല. റൈഡിംഗ് റിപ്പോർട്ടർ ആദ്യം പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഒരിടം പരിചയപ്പെടുത്തുന്നു ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ. ആ ഇടം ഇടുക്കിയിൽ അധികം ആരും അറിയാത്ത ഒരു മനോഹരമായ സ്ഥലമാണ് മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപ്പാദനത്തിന് ശേഷം പുറത്തേക്ക് എത്തുന്ന വെള്ളവും നാച്ചാറും വലിയാറും കൂടി ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ത്രിവേണി സംഗമം എന്ന പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നും രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആദ്യം. ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനോദസഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ലയാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മൂന്നാറുണ്ട്, വാഗമണ്ണുണ്ട്, ഏലപ്പാറയുണ്ട്, കുട്ടിക്കാനമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ആളുകൾക്ക് പെട്ടെന്ന് ഇടുക്കി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുക. എന്നാൽ പ്രധാനപ്പെട്ടതല്ലാത്ത, അത്ര വലിയ പരിചിതമല്ലാത്ത ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അത്തരമൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ ഇടുക്കിയിലെ യാത്ര. മൂലമറ്റത്തെ ത്രിവേണി സംഗമം. ഇങ്ങോട്ടെത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നത് ഇവിടെയുള്ള തൂക്കുപാലമാണ്. ഇതിനു മുകളിലൂടെ നടക്കാൻ വേണ്ടി മാത്രം ഒട്ടേറെ ആളുകൾ വരാറുണ്ട്. ലോ റേഞ്ചിൽ ഇങ്ങനെ ഒരു മനോഹര സ്ഥലമുണ്ടോ എന്ന് പലർക്കും അറിയില്ല. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് എത്ര മനോഹരമായ സ്ഥലമാണിതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ത്രിവേണി സംഗമം അടിപൊളിയാണ്. വെച്ചാൽ നമ്മൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂടിൻ്റെ ടൈമിൽ നമുക്ക് റിലാക്സ് ചെയ്ത് വെറുതെ ഇങ്ങനെ തണുത്ത് ചില്ലായിട്ട് ഇങ്ങനെ കിടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൊള്ളാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്നും വന്ന് കിടക്കാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതേപോലെ കിടക്കാൻ പറ്റിയൊരു സ്ഥലം വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെളിഞ്ഞ കാലാവസ്ഥയിൽ നാടുകാണി മലനിരകളും പവിലിയനും ഇവിടെ നിന്ന് ആസ്വദിക്കാം. തൊടുപുഴയാറിന്റെ ഉത്ഭവസ്ഥാനത്ത് അപകടമില്ലാതെ വെള്ളത്തിലിറങ്ങാൻ സാധിക്കുന്ന സ്ഥലമെന്ന പ്രത്യേകതയും ത്രിവേണി സംഗമത്തിനുണ്ട്. വലിയ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ ഏത് കൊച്ചു കുട്ടികൾക്കും ഇവിടെ വന്നത് ഇതുപോലെ നിന്ന് കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് ആസ്വദിച്ചൊക്കെ മടങ്ങാം. പക്ഷേ ഇതിൽ വെള്ളം കൂടുതലുള്ള സമയം ഒരു ചെറിയ കരുതൽ അത് അത്യാവശ്യമാണ് താനും. ഈ സ്ഥലം അടിപൊളിയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച് വന്ന സ്ഥലമല്ല. ഞങ്ങൾ പൂഞ്ചിറ ചെന്നപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട് വന്നതാണ്. ഞങ്ങൾ പൂഞ്ചിറ ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് പോകുന്ന ആൾക്കാരാണ്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചോദിച്ചു വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്ന് ഞങ്ങളിവിടെ എത്തിപ്പെട്ട് ഫാമിലിയായിട്ട് വരാനും പറ്റിയ സ്ഥലമാണത്. വേനൽക്കാലത്ത് മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുന്നതിനാൽ ത്രിവേണി സംഗമം എന്നും ജലസമൃദ്ധമാണ്. പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിലെ തന്നെ അറക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ത്രിവേണി സംഗമം എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് 3 ആറുകൾ 2 ആറും കനാലും കൂടെ ചേർന്ന സ്ഥലത്താണ് ത്രിവേണി സംഗമം എന്ന് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തിന് പ്രത്യേകത വളരെ സുരക്ഷിതമായിട്ട് ആൾക്കാർക്ക് വന്ന് കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം വളരെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രധാനപ്പെട്ട ഇടുക്കിയിലെ തന്നെ പ്രധാന ടൂറിസം സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പോട്ടിനെക്കുറിച്ച് കുറിച്ചൊരു സൈൻ ബോർഡുകളൊക്കെ വെക്കണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് പരിഹരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. നച്ചാറിന് കുറുകെയുള്ള തൂക്കുപാലവും അതുപോലെ തന്നെ 3 ആറുകൾ ചേരുന്ന ത്രിവേണി സംഗമത്തിന്റെ കാഴ്ചകളും വ്യത്യസ്തമാണ്. ഇതുപോലെ കാണാ കാഴ്ചകൾ ഒരുപാടുണ്ട് ഇടുക്കിയിൽ. അത്തരം കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര തുടരും. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.